കഴിഞ്ഞ ആഴ്ച ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയതും അതിൻ്റെ പേരിൽ എൻ്റെ ഭാര്യ വീട്ടിൽ പോയി എന്നതും നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ നാടൻ പലഹാരമായ ഉണ്ടംപുരി അവൾ ഉണ്ടാക്കി തരാമെന്ന് എന്നോട് വാക്ക് പറഞ്ഞാണ്. അപ്പോൾ വീട്ടിലേക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചു വന്നൂടെ, പോയ സ്പീഡ് വന്ന കാര്യത്തിലില്ലല്ലോ എന്ന് ചോദിച്ചതിന് ഒന്നും രണ്ടും പറഞ്ഞ് മുട്ടൻ വഴക്കായി. ഞാനാണ് അവൾക്ക് വാക്ക് കൊടുത്തെങ്കിൽ ഞാൻ അവൾക്ക് എന്നേ ഉണ്ടാക്കി കൊടുത്തേനെ. അപ്പോൾ വഴക്കിൻ്റെ അവസാനം വരില്ലെന്ന് ഏകദേശം ഉറപ്പായി. അങ്ങനെ ഉണ്ടംപുരി ഉണ്ടാക്കാൻ പറ്റാത്ത വിഷമവും അവളെ ചീത്തവിളിയും കേട്ട് ആ ഗോതമ്പിന്റെ പാത്രം ഞാനൊന്ന് വലിച്ചെറിഞ്ഞു. പോസ്റ്റു കാക്കും ഗോളി പോലെ കളത്തിലുള്ള ഒരാൾ ഒന്ന് വീഴാതെ കളയാതെ കാക്കും അടുക്കള. താഴെ എന്തേ പാത്രം വീഴാഞ്ഞെന്ന് കരുതി തിരിഞ്ഞു നോക്കിയ ഞാൻ കണ്ടത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. കൂടെ ഒരു ഡയലോഗ്, ഒരു ഉണ്ടംപുരിക്ക് എന്തിനാണ് അവളെ ഇപ്പം ഇങ്ങോട്ട് വിളിക്കണത്? ഇവിടെ ഞാനല്ലേ ഉള്ളത്. അപ്പൊ പിന്നെ നമുക്ക് ഉണ്ടംപുരി ഉണ്ടാക്കാൻ പോയാലോ? എറണാകുളത്തെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടംപുരി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെ ഉണ്ടംപുരി എന്ത് പേരാണ് വിളിക്കുന്നത്? വെറൈറ്റി പേരുകൾ പോരട്ടെ. പേരിലെ മാറ്റം പോലെ തന്നെ നാട് മാറുമ്പോൾ രുചിയും ഉണ്ടാക്കുന്ന രീതിയും ഒക്കെ മാറും. അതുകൊണ്ട് തന്നെ അമ്മ ഉണ്ടാക്കുന്ന രീതിയാണ് ഉണ്ടംപുരി ഉണ്ടാക്കാൻ അറിയാത്തവർക്കായി ഞാനിവിടെ വീഡിയോ ആയി കാണിക്കാൻ പോകുന്നത്. 4 കപ്പ് ഗോതമ്പ് അളന്ന് മാറ്റി വെക്കുക. അതേ കപ്പിൽ തന്നെ പഞ്ചസാര അളന്നെടുക്കുക. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. ഞങ്ങളൊരു ഫുൾ കപ്പാണ് എടുത്ത് ആ പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 5 പാളയംകുടൻ പഴം പഞ്ചസാരയുടെ മുകളിലേക്ക് അരിഞ്ഞിടുക. എന്നിട്ട് നന്നായി വെണ്ണപ്പരുവത്തിൽ അത് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച ഗോതമ്പിന്റെ പൊടിയിലേക്ക് ചേർക്കുക. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്കയും 3/4 ടീസ്പൂൺ സോഡാ പൊടിയും ചേർക്കുക. നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. പിന്നീട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി ഇടുക. ഈ മാവ് കുറഞ്ഞ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ നേരത്തിന് നമുക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുക്കാം. തേങ്ങ കുനുവിനെ ചെറുതായി അരിഞ്ഞെടുത്ത് നെയ്യിലിട്ട് വറുത്തെടുക്കുക. ഒരു ചെറിയ തേങ്ങാക്കൊത്തിൻ്റെ കടി അങ്ങിങ്ങായി കിട്ടാൻ പാകത്തിന് മാത്രം ചേർത്താൽ മതി. ബ്രൗൺ നിറമായ തേങ്ങാക്കൊത്തെടുത്ത് 2 മണിക്കൂർ നേരം നമ്മൾ മാറ്റിവെച്ച മാവിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ആദ്യമായി ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ടുള്ള നാടാണ്. കുറേ വീഡിയോ ഒക്കെ ചെയ്യാൻ നേരത്ത് അതൊക്കെ മാറിക്കോളും. അപ്പോൾ നമുക്ക് എണ്ണ പാനിലേക്ക് ഒഴിച്ചാലോ? നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ബോളാക്കി ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിൽ അത് ഒട്ടാതെ ഇരിക്കാൻ ഒരു പാത്രം വെള്ളം വെച്ചിട്ട് ഇടയ്ക്കൊന്ന് കൈ മുക്കി കൊടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ നമ്മുടെ ഉണ്ടമാവ് ഉണ്ടംപൊരിയിലേക്കുള്ള പരിണാമത്തിലാണ്. അപ്പോൾ അവളില്ലാതെ ഉണ്ടംപൊരി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് അഹങ്കാരം എനിക്കുണ്ട്. ഇനി ഈ വീഡിയോ സ്റ്റാറ്റസ് ആക്കണം. ക്യാരറ്റ് ഹൽവയേക്കാൾ രുചിയുള്ള ഉണ്ടംപൊരി എന്ന ടൈറ്റിൽ കൊടുത്ത് അപ്ലോഡും ചെയ്യണം. എന്നിട്ട് നാട് വിട്ട് എൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കണം. പക്ഷെ പെട്ടെന്നാണ് പുറത്തൊരു ബെല്ലടി കേട്ട് വാതിലൂർന്ന് എൻ്റെ മുന്നിലേക്കുള്ള ആളെ കണ്ട് ഞാൻ പിന്നെ ഞെട്ടി ഗൈസ്. എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വീട്ടിൽ വെച്ച് ഉണ്ടംപൊരി ഉണ്ടാക്കി കൊണ്ടുവന്നാണ് അവൾ. നേരത്തെ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞത് കള്ളമായിരുന്നു. ഞാൻ വെറുതെ അവളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത്. എന്തൊരു സ്നേഹം അമ്മക്കും ഭാര്യയ്ക്കും. പക്ഷെ പിന്നെയാണ് മറ്റൊരു ചോദ്യം ഞാൻ ഫേസ് ചെയ്ത്. ഇത് ഏതുണ്ടംപൊരിക്കാണ് കൂടുതൽ ടേസ്റ്റി?